ഫോണിലെ ചാർജ് തീർന്നു പോകുന്ന പ്രശ്നം. നിങ്ങൾ ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ, ഏത് ഫോണാണെങ്കിലും ഇപ്പോൾ അധിക ഫോൺ പെട്ടെന്ന് തന്നെ ചാർജ് തീർന്നു പോകുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് കംപ്ലയിൻറ്റും പറ്റുന്നുണ്ട്, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന്. 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ചാർജ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞുതരാം, ഫോളോ ചെയ്ത് വെച്ചോ. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓഫാക്കി വെക്കുക. കാരണം മിക്ക ആൾക്കാരും ചാർജ് തീർന്നു പോവുകയും ചെയ്യും, എന്നാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എപ്പോഴും ഓണാക്കി വെക്കും. അതൊന്ന് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫോണിൽ ചാർജ് നിൽക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫോണിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ആപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറേ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യും, അതിൽ 50% ആപ്പ് മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കും. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റൺ ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസും അതുപോലെ തന്നെ ബാറ്ററിയും പെട്ടെന്ന് ഡ്രെയിൻ ആക്കാനുള്ള കാരണമാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്പൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചാർജ് നിൽക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പുറത്തുനിന്നൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് വെയിലത്ത് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും. കാരണം ഫോൺ ഹീറ്റ് ആകുന്ന സമയത്ത് ഫോണിലെ ചാർജ് പെട്ടെന്ന് കുറയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മാക്സിമം ഫോൺ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇനി അഥവാ അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. ഇനി അഥവാ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ജസ്റ്റ് ചൂടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഫോണൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നാലാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫോണിലെ ചാർജറാണ്. പല ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും തേർഡ് പാർട്ടി ചാർജറാണ്. ഇനി അഥവാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ് ചാർജർ യൂസ് ചെയ്യുക. അല്ലാണ്ട് ഏതെങ്കിലും ലോക്കൽ ചാർജറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാറ്ററി കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് ആവില്ല. നിങ്ങളുടെ ഫോണിലെ ചാർജ് നിൽക്കാത്തൊരു പ്രശ്നം വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് കുറഞ്ഞു വരുന്നുണ്ടെന്ന്, അതായത് ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചാർജർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഫോണിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്ന ചാർജർ അല്ലെങ്കിൽ ആ ഫോണിൻ്റെ ബ്രാൻഡിന് കണക്കായിട്ടുള്ള ചാർജർ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാൻഡായാലും മതി. അപ്പോൾ നല്ല ബ്രാൻഡഡ് ചാർജർ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് അയച്ചു കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.